ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീരാനെ സച്ചിയും രേവതിയും കൂടി കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിർത്തുവാണ്. എന്നിട്ട് ബീരാന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സച്ചിയും രേവതിയും പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബീരാന്റെ വായാൽ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛനെ കുറിച്ചോ അവളുടെ കുടുംബത്തെ കുറിച്ചോ അവള് പണക്കാരിയാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. അവളുടെ അച്ഛൻ മരിച്ചു, അവളുടെ അച്ഛൻ ജയിലിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി പറഞ്ഞിട്ടാണ് താൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ വന്ന് പറഞ്ഞതും അഭിനയിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. ഒരിക്കലും ശ്രുതിയെ കുറിച്ചിട്ട് ഇങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ സച്ചിക്കും രേവതിക്കും അറിയാം ഇവൾ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യൂ എന്നുള്ള കാര്യം. ബീരാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട രവിയാണെങ്കിൽ ബീരാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ എന്തൊരു അഭിനയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന്. നിങ്ങളെ ഈ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ കണ്ടിട്ടല്ലേ സ്നേഹിച്ചത്, എന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തല്ലോ എന്നൊക്കെ ചോദിക്കുവാണേ. കാര്യം ഒരിക്കലും ശരി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ എനിക്ക് ഒരു അർഹതയുമില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഒരാളെ പറ്റിച്ചിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ശ്രുതിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 5 പൈസ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. ആദ്യമൊക്കെ ഒരു തമാശ രൂപത്തിലാണ് തുടങ്ങിയതെങ്കിലും പോകെയാണ് എനിക്ക് മനസ്സിലായത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം. അവളുടെ ജീവിതത്തിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. ഉള്ള ഒരു അവസരം കിട്ടുമല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാണ്, നിങ്ങളെ പറ്റിക്കുന്നല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായി. പിന്നീടാണ് ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് അവൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായിട്ട് മാറേണ്ടി വന്നത്. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് ബീരാൻ വീണ്ടും പറയുന്നുണ്ട്. അവൾ എന്നെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അവളടുത്ത് പറഞ്ഞതാണ് എന്നെ കൊണ്ട് പറ്റില്ല, ആരെയും ഞാൻ പറ്റിക്കില്ല എന്നൊക്കെ. പക്ഷെ അവളാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ബീരാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോങ്ങയെ പോലെ ഇങ്ങനെ മുഖമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് എല്ലാം കൂടി നമ്മുടെ ശ്രുതിയെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പൊട്ടന്റെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണേ. കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ശ്രുതി ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നു നമ്മുടെ ശ്രുതിയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ശ്രുതിയെ തന്നെ നന്നായിട്ട് അരച്ച് തേച്ചങ്ങ് പറ്റിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അത് ശ്രുതിക്കൊരു വലിയ ഷോക്കാണ്. ശ്രുതിക്കാണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ആയിട്ട് വരാനേ പറ്റാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കും. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ പൊട്ടനെ പോലെ അങ്ങോട്ടും കൂടി നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന്. ആഹാ, അങ്ങനെ പോലീസിൽ ഏൽപ്പിച്ചാലുണ്ടല്ലോ ഇദ്ദേഹത്തിന് മുമ്പ് നിന്റെ ഭാര്യയ്ക്ക് ആദ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. കാരണം അവള് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണ് കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നിന്റെ ഭാര്യയുടെ പേരിൽ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ടല്ലോ, അവളെ പിടിച്ചിട്ട് ജയിലിൽ ഇടടാന്നൊക്കെ പറയുവാണേ. എന്താ അത് വേണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ശ്രുതിക്കൊന്നും മിണ്ടാനില്ല. ചെന്നിട്ടും ബീരാൻ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാന് ശ്രുതിയുടെ ഇളയച്ചനല്ല, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ശ്രുതിക്ക് അരികിലേക്ക് തന്നെയാണ് കേട്ടോ ചെല്ലുന്നത്. ശ്രുതി, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കള്ളം പറയണ്ട, ആ കള്ളം ഒരു നാൾ പിടിക്കപ്പെടുമോ എന്ന്. നിനക്ക് വേണ്ടിയിട്ട് അഭിനയിച്ച നാൾ മുതൽ ഞാനും ഭയന്ന് തന്നെയാണ് ജീവിച്ചത്. എപ്പം എല്ലാവരുടെ മുമ്പിലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഒരിക്കലും രേവതി എന്റെ കടയിൽ വന്നപ്പോ എങ്ങനെയാ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞ് അവൾ എന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്നും കണ്ണിൽ പെടാതെ ഞാനും ആ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഓരോ ദിവസവും നിനക്ക് വേണ്ടി അഭിനയിച്ചതിന്റെ പേരിൽ ഞാനും ഭയന്നിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കള്ളം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് എന്നാണെന്നുണ്ടെങ്കിലും പുറത്തു വരും. ആടുണ്ടല്ലോ, അത് പിടിവിടുന്ന ആ ഒരു സമയം വരെ അത് ഓടത്തുള്ളൂ. പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഴുത്ത് അറക്കുക തന്നെ ചെയ്യും. സത്യങ്ങളെല്ലാം എല്ലാവരുടെ അടുത്തും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കഷ്ടതകൾ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതാവസാനം വരെ പോരാടണം. ഇപ്പോ ആ പോരാട്ടം അവസാനിച്ചില്ലേ, നിന്റെയും അതുപോലെ തന്നെ എന്റെയും. നിന്റെ ജീവിതം രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ഇനിയെങ്കിലും നീ സത്യസന്ധയായിട്ട് നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു മകളായിട്ട് ഈ വീട്ടിൽ ജീവിക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാന് പോവാണെന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ബീരാനാണെങ്കിൽ ആർക്കും അവിടെ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. കാരണം കുറ്റം മൊത്തം ഉള്ളത് ശ്രുതിയുടെ മേലാണ്. ശ്രുതി അഭിനയിക്കാനാന്ന് പറഞ്ഞിട്ടാണല്ലോ ബീരാനെ കൂട്ടിക്കൊണ്ടുവന്നത്. അയാള് ആ അഭിനയത്തിന്റെ മോഹത്തിന്റെ പേരിൽ അഭിനയിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായത് ഒരു വീട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. ആ അറിഞ്ഞത് മുതൽ താൻ അതിനു വേണ്ടിയിട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞതൊക്കെ അവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞതുകൊണ്ട് തന്നെ ബീരാനെ അവിടെ ആർക്കും തെറ്റ് പറയാനോ
ഒന്നും ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ബീരാൻ പോകുമ്പോ ആരും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ബീരാന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനി എന്തായാലും നിന്റെ പുറകെ വരില്ല എന്നുള്ള രീതി തന്നെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബീരാൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ശ്രുതിയുടെ വെട്ടിക്കെട്ട് അങ്ങ് തുടങ്ങാൻ വേണ്ടിട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം ശ്രുതിക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ഇതിനു മുമ്പ് ശ്രുതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നീലിമ തന്ന പണം തന്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കട ആരംഭിച്ചപ്പോ തന്നെ ശ്രുതിക്ക് ഏകദേശം ചന്ദ്രമതിയുടെ സ്വഭാവം മനസ്സിലായതാണ്. എന്നാൽ ഇങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് തങ്ങളെ പറ്റിക്കായിരുന്നു എന്നുള്ള സത്യം ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭയന്നിട്ടാണ് കേട്ടോ ശ്രുതി അവിടെ നിൽക്കുന്നത്. ബീരാൻ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയാണ് കേട്ടോ പറയുന്നത് ആദ്യം. അച്ഛാ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ മനുഷ്യൻ നരിയാവുന്ന കഥയെ കുറിച്ചിട്ട്. നമ്മൾ ചിന്തിക്കും മനുഷ്യന് നരിയാവാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛ? പൗഡർ എടുത്ത് നരിയായ കഥയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആരംഭത്തിൽ തന്നെ എനിക്ക് മലേഷ്യ ഇളയച്ചന്റെ മേലെ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ ആ സംശയം അങ്ങ് തീർന്നു കിട്ടി. അച്ഛ, ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെ ഞാൻ റോട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റിദ്ധരിച്ചതാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായത്. എങ്കിലും ശ്രുതി എന്തിനാണ് ഇത്രയും കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിച്ചതെന്നുള്ള കാര്യമാണല്ലോ അച്ഛ മനസ്സിലാവാത്തത്. അങ്ങനെ പറ്റിക്കപ്പെടാൻ മാത്രം നമ്മളെല്ലാവരും പൊട്ടന്മാരായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എടാ സുധി, നീ വലിയ ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടിട്ടില്ലേ? ആ ബോർഡൊക്കെ എടുത്ത് കളയടാ. എന്നിട്ട് അവിടെ പൗഡർ എടുത്തിട്ട് ബോർഡ് വെക്ക്. കാരണം ഈ വീട്ടില് ഏറ്റവും ബുദ്ധിയുള്ളത് ഇവൾക്കാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. പുറകെ ചെന്നതുകൊണ്ട് രവി ശ്രുതി എന്ന് പറഞ്ഞ ഒരൊറ്റ വിളിക്കുമ്പോഴേക്കും ശ്രുതി പേടിച്ചിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുവാണേ. എന്താ ശ്രുതി ഇതൊക്കെ? നീ നല്ലൊരു പെണ്ണാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇതെന്താ വീടാണോ അതോ വല്ല ഡ്രാമ കമ്പനിയാണോ? എന്തൊരു അഭിനയായിരുന്നു ഇവിടെ നിന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? അവര് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം സത്യമാണോ? പറയടി സത്യമാണോ എന്നുള്ള കാര്യം രവി അങ്ങ് ഭയങ്കര ഒച്ചത്തിലാണ് കേട്ടോ ചോദിക്കുന്നത്. ഇത് കേട്ട് പേടിച്ചിട്ട് ശ്രുതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മിണ്ടാതെ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ തന്നെ അച്ഛൻ അറിഞ്ഞൂടെ? സാക്ഷിയോട് കൂടിയിട്ടല്ലേ പിടിക്കപ്പെട്ടത്. ഇനി എന്തായാലും കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല. നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ ശ്രുതി? ഇത്രയും നാളെ ഈ കുടുംബത്തെ നീ പറ്റിച്ചോണ്ടിരിക്കുവല്ലേ? നീ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ഞങ്ങൾ തന്നെ നീ മണ്ടന്മാരാക്കി അല്ലേടി എന്നൊക്കെ ചോദിക്കുവാണേ. അയ്യോ അങ്കിൾ ഇല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോ നീ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോരുത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നീ മണ്ടന്മാരാക്കുക തന്നെയാ ചെയ്തത്. നീ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കും എന്നുള്ള കാര്യമുണ്ടല്ലോ. അങ്ങനത്തെ നീ ബുദ്ധിശാലി തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യോ? നിനക്ക് എങ്ങനെയാണ് ഈ കുടുംബത്തെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി തോന്നിയത്? ഇതിനു മുമ്പ് തന്നെ സുധിയെ പറ്റിച്ചുകൊണ്ട് പോയ ആ പെണ്ണ് തിരികെ പണം കൊടുത്തപ്പോ നിന്റെ അച്ഛൻ പണം തന്നതാണെന്ന് പറഞ്ഞിട്ട് നീ സുധിക്ക് വേണ്ടിയിട്ട് അന്ന് കട ആരംഭിച്ചു കൊടുത്തു. അന്ന് അത് എത്ര വലിയ പ്രശ്നമായി എന്നുള്ള കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. ഞാൻ വിചാരിച്ചു നീ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് അതാണെന്ന്. എന്നാൽ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഈ കുടുംബത്തിലെ മരുമകളായിട്ട് ഉത്തരവാദിത്തോട് കൂടി നടക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ദേഷ്യത്തിൽ അങ്ങ് ഒച്ചയിലാണ് ചോദിക്കുന്നത് കേട്ടോ. ആ പറഞ്ഞിരുന്നോ എന്നിങ്ങനെ തലയാട്ടിക്കൊണ്ട് ശ്രുതി പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നാളെ ഈ കാര്യത്തെക്കുറിച്ച് നീ മറച്ചു വെച്ചത്? അല്ലെങ്കിലും നീയൊക്കെ എങ്ങനെയാണ് സത്യം പറയാ? ഇത്രയും നാളെ എല്ലാവരെയും പറ്റിച്ചിട്ട് നീ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുമല്ലായിരുന്നോ? സച്ചിൻ രേവതിയും ഇന്ന് ആ കാര്യം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നീ ജീവിതാവസാനം വരെ ഈ കള്ളം ഇങ്ങനെ തന്നെ പറഞ്ഞു കൊണ്ടുപോകായിരുന്നു. അത് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. പൗഡർ എടുത്തി പറഞ്ഞ കള്ളങ്ങളൊന്നും ദൈവത്തിന് പോലും പൊറുക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇറച്ചിവെട്ടുകാരനെ കാണിച്ചു തന്നത്. ഇത്ര ശ്രുതി, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നോട് എന്ത് പാപ ചെയ്തത്? നിന്നെ ഈ വീട്ടിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ വീടിന്റെ ഭാരം മൊത്തം നിന്റെ തലയിലായിരുന്നോ? ഈ വീട്ടിലെ 3 മരുമക്കളുണ്ടല്ലോ, ആ 3 മക്കളെയും ഞങ്ങൾ മരുമക്കളെ പോലെയല്ലല്ലോ, സ്വന്തം മക്കളെ പോലെയല്ലേ എപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് മാത്രോ, ചന്ദ്രയാണെങ്കിൽ നിന്നെ തല കയറ്റിട്ടല്ലായിരുന്നു കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത എല്ലാവരുടെയും കഴുത്തല്ലേ നീ അറുത്തത്? ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കാൻ മാത്രം നിനക്ക് എന്താവശ്യമായിരുന്നു ശ്രുതി ഉണ്ടായിരുന്നത്? ഇപ്പൊ എനിക്ക് തന്നെ അറിയില്ല നീ ആരാണെന്നുള്ള കാര്യം. ഞങ്ങൾക്ക് തന്നെ സംശയമാണ് നീ ശ്രുതി തന്നെയാണോ എന്നുള്ള കാര്യം. എടാ ശ്രുതി, നിനക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോ ശ്രുതി കുറച്ചു നേരം ഇങ്ങനെ വണ്ടറടിച്ച പോലെ നോക്കുന്നുണ്ടേ. അച്ഛ, അറിയാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പ് ആ പണത്തിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും കൂടി ആയിരുന്നല്ലോ എല്ലാം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അവനും അറിയാൻ സാധ്യതയുണ്ട്. ചിലപ്പോ അവനും കൂടി ചേർന്നിട്ടായിരിക്കും നമ്മളെ പറ്റിച്ചതെന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പോടാ, എനിക്കച്ഛാ ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു.
എനിക്കിതെല്ലാം കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്രയും നാള് ആരുടെ കൂടെ ജീവിച്ചതെന്നുള്ള കാര്യം പോലും അച്ഛ എനിക്ക് അറിയില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ശ്രുതി, നീ അന്ന് പണം എടുത്തിട്ട് നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ബിസിനസ് ആരംഭിച്ചു കൊടുത്തു. അതിൽ നിനക്ക് പറയാൻ ഒരു ന്യായം ഉണ്ടായിരുന്നു. കാരണം നിന്റെ ഹസ്ബൻഡിന് ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ബിസിനസ് ആരംഭിച്ചു കൊടുത്തു എന്ന്. എന്നാൽ ഇതിൽ എന്ത് ന്യായമാണ് ശ്രുതി പറയാനുള്ളത്? എന്തോരം കള്ളങ്ങളാണ് മറ്റുള്ളവരെ പറഞ്ഞ് നീ വിശ്വസിപ്പിച്ചിരിക്കുന്നത്? ഇതെല്ലാം നീ എന്തിനു വേണ്ടി ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ, രേവതി, ഇത് വെറും ഒരു കള്ളം മാത്രമാണ്. അതിന്റെ പുറമെ ഒരുപാട് കള്ളങ്ങൾ വേറെയുണ്ട്. മലേഷ്യ, ഇവളുടെ അച്ഛൻ, ജയില്, ലൊട്ടിലൊടുക്ക്, അങ്ങനെ ഒരുപാട് കഥകള്. അല്ല ശ്രുതി, നിന്റെ ഇളയച്ചനാണെന്നുള്ള കാര്യം നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങള് അയാളെ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അയാൾക്ക് ഗംഭീര സ്വീകരണമൊക്കെ നൽകി അയാളെ സ്വന്തം കുടുംബത്തിലെ ഒരാളായിട്ട് കണ്ടിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തില്ലേ? ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറ. എന്തിനു വേണ്ടിയാണ് എല്ലാവരെയും നീ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നത്? സത്യം പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ രവി. ഇത് കേട്ട്, അത് അങ്കിൾ, ഞാനങ്ങനെ ആരെയും പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഞാന് എന്തിനാന്ന് വെച്ചാലെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിർത്തടി കാള കഴുതേന്ന് വിളിച്ചും കൊണ്ട് ചന്ദ്ര അങ്ങോട്ട് ഇരുന്നിടന്ന് എഴുന്നേൽക്കുവാണ് കേട്ടോ. അത്രയും നേരം നമ്മുടെ സുധിയെ പോലെ തന്നെയാണ്. ആ ഷോക്കിൽ ഇങ്ങനെ ആള് മിണ്ടാതിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത്. ചന്ദ്രമതി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ശ്രുതിക്ക് കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആരാടി നീ എവിടുന്നാടി വന്നത്? ഇത്രയും നാള് ഒരു കള്ളത്തിയുടെ വേഷം നടിച്ചിട്ടായിരുന്നല്ലേ നീ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്? ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? അത് ആന്റി, ഞാൻ എന്തിനാ വെച്ച ചെയ്തതെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുമ്പോഴേക്കും, മേലാലിനെ അങ്ങനെ വിളിച്ചു പോകരുത്, ആന്റി ആന്റി എന്ന് വിളിച്ച് പുറകെ നടന്നിട്ട് നീ എന്റെ തലക്കിട്ട് തന്നെ കൊട്ടിയല്ലേടി. മനുഷ്യന്മാര് കള്ളമൊക്കെ പറയും, ഒന്നോ രണ്ടോ, എന്നാ ഇവളുടെ ജീവിതം മൊത്തം കള്ളത്തരത്തിന്റെ കൂമ്പാരമാണ്. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്നുള്ള കാര്യം പലരിടത്തും ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലൊരു മരുമകളെ എന്റെ ആരുടെയും ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറച്ചു മുമ്പ് കൂടി നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല രേവതിക്ക് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞതാണ്. അങ്ങനത്തെ എന്നെ നീ ഇന്ന് ചെരുപ്പ് കൊണ്ട് അടിച്ചു. അയ്യോ ആന്റി, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നീ ഒരക്ഷരം പോലും മിണ്ടി പോരുത്. ഏതോ ഒരു ഇറച്ചി കാട്ടുകാരനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ നിന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അയാൾക്ക് വെച്ച് വിളമ്പി കൊടുത്തു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്കങ്ങോട്ട് കലികൊള്ളി കേറുന്നുണ്ട്. നിന്നെ പോലൊരുത്തേ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെങ്ങനെയാടി നിനക്ക് ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടി പറ്റുന്നത്? കള്ളം എന്തോരം കള്ളങ്ങളാണ്. ഞാൻ നിന്നെ പോലെ ഒരു മനുഷ്യ സ്ത്രീ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടാ സുധി, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ മുമ്പേ അറിയായിരുന്നു വെച്ചിട്ട് സുധിയുടെ നേർക്കങ്ങ് ചാടുന്നുണ്ട്. അയ്യോ അമ്മേ, എനിക്കൊന്നും അറിയില്ല. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയാടി കൂടെ കിടക്കുന്നത് ഒരുത്തൻ? നീ വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കല്ല് കൊണ്ട് തലക്കടിച്ചിട്ട് കൊല്ലാനും മടിക്കില്ല. അയ്യോ ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നീ ഒരു അക്ഷരം പോലും മിണ്ടി പോരുതെന്ന് പറഞ്ഞിട്ട് അങ്ങ് അടി അങ്ങ് തുടങ്ങുവാണ്. നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വന്നത് എന്റെ അടുത്ത് കള്ളം പറയാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ നിന്നെയൊക്കെ തൊട്ടാൽ തന്നെ നമുക്ക് പാപമായിരിക്കും. നീ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിന് എന്താ പറയേണ്ടതെന്നറിയോ? ദ്രോഹം. ഏറ്റവും വലിയ ദ്രോഹമാണ് നീ എന്നോട് ചെയ്തത്. നിന്നെ ഞാൻ തലയിൽ കൊണ്ട് ആടുമല്ലായിരുന്നോ? ഇത് കേട്ട ഉടനെ സച്ചി പറയുന്നുണ്ട്, അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരാളെ തലയിൽ കൊണ്ടേക്കാണ്ട് വെക്കും, ഒരാളെ നിലത്തിട്ടിട്ട് ചവിട്ടും. അങ്ങനത്തെ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. കേട്ടില്ലേടി അവൻ പറയുന്നത്? ഇതിനൊക്കെ എനിക്ക് എന്ത് മറുപടിയാ പറയാൻ വേണ്ടി പറ്റുക? എല്ലാം നീ ഒരു ഒറ്റൊരുത്തി കാരണമാണ്. ഇന്നിപ്പോ അവൻ ചോദ്യം ചെയ്തു, നാളെ നാട്ടിലുള്ള എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് നിന്നെ പോലെ ഒരുത്തിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എന്റെ മുഖത്ത് എല്ലാവരും കാർക്കിച്ച് തുപ്പും. കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു ബൊമ്മയെ പോലെ ഞാൻ തലയാട്ടിക്കൊണ്ടിരുന്നില്ലേ? എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുവാണ്. ഇതെല്ലാം കേട്ട ശ്രുതിയാണെങ്കിൽ, ആന്റി ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന പറയണേ. നീ പറയുന്ന കാര്യങ്ങൾ ഇനി ഞാൻ കേൾക്കാനോ? നിന്റെ വായെന്ന് വരുന്ന നുണ വിശ്വസിക്കാൻ ഇനി എന്നെ കിട്ടില്ല. നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? എന്റെ മകൻ പാവാണ്, അവനെ തന്നെ നീ പറ്റിച്ചില്ലേടി. സുധി, ഞാൻ പറയുന്നത് നീയെങ്കിലും കേൾക്കുന്ന പറഞ്ഞ സുധിക്ക് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും നീ എന്താടി എന്റെ മകന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? അവന്റെ അടുത്ത് ഒരു അക്ഷരം വേണ്ടി നിന്നെ ഞാൻ ചിലപ്പോ കൊന്നുപോകും. നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എനിക്ക് തന്നെ നീ നന്നായിട്ട് പണി തന്നു അല്ലേ? നീ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന എന്നെ വേണം ഞാൻ ആദ്യം അടിക്കാന്. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ, നിന്നെ ചിലപ്പോ ഞാൻ കൊന്നുപോകും. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല. ഇപ്പോ ഇവിടുന്ന് ഇറങ്ങിക്കോണം. നിന്റെ അടുത്ത് പോകാനല്ലേടി പറഞ്ഞത്? അയ്യോ ആന്റി എന്നൊക്കെ പറയുമ്പോഴേക്കും പിടിച്ചങ്ങ് തള്ളുവാണ് കേട്ടോ. ചന്ദ്ര, നീ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അവള് എന്തോ പറയാൻ വേണ്ടി വരുന്നു, അവൾക്ക് എന്തോ പറയാനുണ്ട്, അത് നമ്മൾ കേൾക്കണമെന്ന് രവി പറയുന്നുണ്ട്. ഇനി അവള് പറയുന്ന എന്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്? ഇത്രയും നാള് അവള് പറഞ്ഞത് നമ്മൾ കേട്ടത് പോരാത്തതുകൊണ്ടാണോ? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുതടി, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോഴേക്കും സുധിക്ക് അരികിലേക്ക് ചെന്ന്, സുധി ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്നൊക്കെ ഉണ്ട്.
പക്ഷെ ശ്രുതി ആണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുവാണേ. പക്ഷെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ മൂടിക്കൂത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് ഇടുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാട്ടോ. ഇന്നത്തെ ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ രവിയുടെയും പെർഫോമൻസ് ആരതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ.